നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതി മാർട്ടിനെതിരെ പോലീസ് കേസെടുത്തു. തൃശൂർ സിറ്റി പോലീസാണ് കേസെടുത്തത്. അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയതിനും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയതിനുമാണ് കേസ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് ഉണ്ട്. ഹരീഷ്, ഈ മാർട്ടിന്റെ വീഡിയോ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു രൂപപ്പെട്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് ഈ ആശങ്കയൊക്കെ അറിയിച്ചതുമാണ്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങൾ ശ്രുതി, തീർച്ചയായും അത് തന്നെയാണ്. ഈ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി ഇത്തരത്തിൽ വളരെ അപകീർത്തിപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പ്രതി മാർട്ടിൻ പ്രചരിപ്പിച്ചത്. ഇതിനെ തുടർന്ന് നേരത്തെ തന്നെ അതിജീവിത അടക്കം പരാതി നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസ് ഇത്തരത്തിൽ മാർട്ടിനെതിരെ കേസെടുത്തത്. ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിച്ച ഈ മാർട്ടിനെതിരെയും അത് പ്രചരിപ്പിച്ച മറ്റു പേർക്കെതിരെയും ഇത്തരത്തിൽ പോലീസ് കേസെടുക്കാൻ ഒരുങ്ങുകയാണ്. ഈ കേസിലെ പ്രതിയായ മാർട്ടിൻ ആന്റണിയുടെ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കാൻ പോലീസ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിജീവിതയെ അധിക്ഷേപിച്ച മാർട്ടിൻ സമൂഹ മാധ്യമത്തിലൂടെയാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചത്. ഇത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് അതിജീവിത പോലീസിൽ പരാതി നൽകിയത്. മുഖ്യമന്ത്രി അടക്കം കണ്ടപ്പോൾ ഇത്തരത്തിൽ പറയുകയുണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ പങ്കുവെച്ചവർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി എടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ കഴിഞ്ഞ ദിവസം അതിജീവിത ആവശ്യപ്പെട്ടത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കേസിലേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേസിൽ വിധി വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ അതിജീവിതയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള തരത്തിലുള്ള പേര് വെളിപ്പെടുത്തി അധിക്ഷേപകരമായ ഒരു വീഡിയോ ഈ മാർട്ടിൻ പങ്കുവെക്കുന്നത്. കേസിൽ ജാമ്യത്തിലായിരുന്ന സമയത്ത് ചിത്രീകരിച്ചതാണ് എന്നാണ് പോലീസ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയത്. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടനെ വെറുതെ വിടുകയും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അതിജീവിതയെ അധിക്ഷേപിച്ചുള്ള വീഡിയോ പ്രചരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം അത് സമൂഹ മാധ്യമങ്ങളിലാകട്ടെ അത് അതിജീവിതയെ വലിയ രീതിയിൽ മാനസികമായി വിഷമപ്പെടുത്തുകയും മാത്രമല്ല ആ പേരടക്കം വെളിപ്പെടുത്തിയത് വലിയ രീതിയിലുള്ള ഒരു പരാതിയായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ തൃശൂർ സിറ്റി പോലീസും ഇയാൾക്കെതിരെ കേസെടുത്തത്. എന്തായാലും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കാൻ ഒരുങ്ങുകയാണ്. അശ്വതി.